നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂഡൽഹിയിൽ ശക്തമായ മഴയും കാറ്റും, 4 മരണം. ന്യൂഡൽഹിയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയും വേഗതയിലുള്ള കാറ്റും മൂലം ഒരു കുടുംബത്തിലെ 4 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് 2021 മുതൽ ഏറ്റവും ശക്തമായ മെയ് മാസത്തിലെ മഴയാണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയും കാറ്റും മൂലം വിമാനത്താവളത്തിൽ പ്രവർത്തനം തടസ്സപ്പെട്ടു. മെട്രോ സേവനങ്ങൾ വൈകി. നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ആന്ധ്രാപ്രദേശിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്വാണ്ടം കമ്പ്യൂട്ടർ IBM, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ആന്ധ്രാപ്രദേശ് സർക്കാർ എന്നിവയുടെ സഹകരണത്തോടെ രാജ്യത്തെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്വാണ്ടം കമ്പ്യൂട്ടർ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു. ഇത് ഇന്ത്യയുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തെ വളർച്ചയ്ക്ക് വലിയ സഹായമാകും. സൂറത്തിലെ വജ്ര വ്യവസായം പ്രതിസന്ധിയിൽ. സൂറത്ത് ആസ്ഥാനമായുള്ള ഇന്ത്യയുടെ വജ്ര വ്യവസായം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 10% ഇറക്കുമതി നികുതി ഉൾപ്പെടെയുള്ള ആഗോള സമ്മർദ്ദങ്ങൾ മൂലം വലിയ പ്രതിസന്ധിയിലായി. വ്യാപാരത്തിൽ 17% കുറവ്, 50,000 തൊഴിലുകൾ നഷ്ടം, 60 ആത്മഹത്യകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വ്യാപാരികൾ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ വിപണികളിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ഉടമ്പടി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും 2025 അവസാനത്തോടെ സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ഒപ്പുവെക്കാൻ പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചു. ഇത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമാകും. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.